തന്നെ ഏറെക്കാലമായി പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ച, മക്കയിൽ തന്നെ കല്ലെറിഞ്ഞവർ, വേട്ടയാടിയവർ, ആട്ടിയോടിച്ചവർ, അവരെല്ലാവരും കീഴടങ്ങി നിൽക്കവേ ഏതായുധവും ആർക്കുനേരെയും പ്രയോഗിക്കാം, ഏതാക്രമണവും നടത്താം എന്നിരിക്കെ പ്രവാചകൻ ഖസ്വ എന്ന തന്റെ ഒട്ടകപ്പുറത്തിരുന്ന് ചുറ്റിലുമുണ്ടായിരുന്ന മുഴുവൻ സഹാബക്കളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സന്ദേശമാണ്. അൽ യൗമു യൗമു അൽ മർഹമ എന്നാണ്. ഇത് സമാധാനത്തിന്റെ ദിവസമെന്നാണ്. അവിടെയാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അത്ഭുതാതരവോടുകൂടി കുറിച്ചിട്ടത്, നെവർ നെവർ ഇൻ ഹിസ്റ്ററി വാസ് ദെയർ അനദർ വിക്ടർ who showed such love and mercy for the fallen foe. Not on house was plundered, not on women was insulted. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു യുദ്ധത്തിന്റെ രീതിശാസ്ത്രം എന്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കടന്നുപോയി. ഹരിയാനയിലെ നൂഹ് എന്ന ജില്ലയിൽ ഏകപക്ഷീയമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടെ ഒരു MP എന്ന നിലയിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ബുൾഡോസറുകൾ ഇരച്ചുകേറിയ വഴിയിടങ്ങളിൽ തകർത്തെറിയപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങൾ, മനുഷ്യരുടെ സ്വപ്നങ്ങൾ, തകർന്നിടിഞ്ഞ കൂനകൾ കണ്ടു. അവിടെ പൊട്ടിക്കരയുന്ന മനുഷ്യരെ കണ്ടു. ആ യാത്രക്കിടയിൽ ഈ മസ്ജിദിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർത്തുപോകുകയാണ്, ആള് നിറഞ്ഞു നിൽക്കുന്ന ഈ മസ്ജിദുകളുടെ നടുവിൽ, ഈ മസ്ജിദിന്റെ നടുവിൽ ആഘോഷനിർഭരമായി ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് ഞാൻ ഉൾപ്പെടുന്ന MP-മാരുടെ സംഘം, എന്റെ പാർട്ടിയുടെ പ്രതിനിധി സംഘം, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നീലോൽപൽ ബസുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയൊരു പള്ളിയുണ്ടായിരുന്നു. വിജനമായൊരു പള്ളി, പോലീസ് കാവൽ നിൽക്കുന്നൊരു പള്ളി, അകത്തേക്ക് പ്രവേശനം MP-മാർക്ക് പോലും നിഷേധിക്കപ്പെട്ടൊരു പള്ളി. ആ പള്ളിക്കകത്താണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന കവി കൂടിയായ ഇമാമിനെ വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞത്. അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞാണ് ഒരു മുസ്ലിം മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹുവേ, അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നിട്ട് തന്നാലും എന്ന് പറഞ്ഞാണ്. സൂറത്തുൽ ജിന്നിൽ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് എന്ന്. മസ്ജിദിനുള്ളിൽ എങ്ങനെയാണ് മനുഷ്യർ അനുഗ്രഹം തേടുന്നത് എന്ന് ഈ വാക്കുകളിൽ, ഈ പ്രാർത്ഥനാദുരിതമായ വാക്കുകളിൽ വളരെ പ്രകടമാണ്. പക്ഷെ ബഹുമാന്യനായ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് സമത്വത്തിന്റെ ഇടമായി, സമഭാവനയുടെ ഇടമായി മസ്ജിദുകൾ മാറുന്നത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തോളുകൾ തോളോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ചരിത്രത്തിലെ ഒരു ഏടാണ്. മഹത്തായ വിശ്വവിഖ്യാതമായ മക്കം ഫതഹിന്റെ വിജയദിനം കടന്ന് കഅബയിൽ ആദ്യമായി ബാങ്ക് മുഴക്കാൻ പ്രവാചകൻ ചൂണ്ടി വിളിച്ചത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഏറെ പ്രിയപ്പെട്ട ഉമറും അബൂബക്കറും അലി റളിയല്ലാഹു അൻഹുവുമെല്ലാം ചുറ്റിലുമുള്ളപ്പോൾ സഹാബാക്കളിൽ നിന്ന് പ്രവാചകൻ അതിന് അനുമതി നൽകിയത് മഹാനായ ബിലാലിനെയായിരുന്നു. എന്തുകൊണ്ട് കഅബയിൽ ആദ്യമായി ബിലാലിന്റെ ശബ്ദം മുഴങ്ങി എന്നത് ലോകമാനവികതയ്ക്ക് കൊടുക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും മൂർത്തമായ സന്ദേശമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കുറിച്ചിടാം. മക്കം ഫതഹ് ആകെ എങ്ങനെയാണ്? തന്നെ ഏറെക്കാലമായി പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ച, മക്കയിൽ തന്നെ കല്ലെറിഞ്ഞവർ, വേട്ടയാടിയവർ, ആട്ടിയോടിച്ചവർ, അവരെല്ലാവരും കീഴടങ്ങി നിൽക്കവേ ഏതായുധവും ആർക്കുനേരെയും പ്രയോഗിക്കാം, ഏതാക്രമണവും നടത്താം എന്നിരിക്കെ പ്രവാചകൻ ഖസ്വ എന്ന തന്റെ ഒട്ടകപ്പുറത്തിരുന്ന് ചുറ്റിലുമുണ്ടായിരുന്ന മുഴുവൻ സഹാബക്കളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സന്ദേശമാണ്. അൽ യൗമു യൗമു അൽ മർഹമ എന്നാണ്. ഇത് സമാധാനത്തിന്റെ ദിവസമെന്നാണ്. അവിടെയാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അത്ഭുതാതരവോടുകൂടി കുറിച്ചിട്ടത്, നെവർ നെവർ ഇൻ ഹിസ്റ്ററി വാസ് ദെയർ അനദർ വിക്ടർ who showed such love and mercy for the fallen foe. Not on house was plundered, not on women was insulted. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു യുദ്ധത്തിന്റെ രീതിശാസ്ത്രം എന്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കടന്നുപോയി. ഓരോ ശത്രുവിനെയും കൊല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഓരോ സഹാബാക്കളും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ചവരോട് പോലും
ദയാവായ്പോടുകൂടി പെരുമാറാൻ ഉദ്ഘോഷിച്ചു പ്രവാചകൻ. ഇതാണ് ചരിത്രം. അവിടെയാണ് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടു പോയത്. ഇതുപോലൊരു യുദ്ധവിജയിയും തന്റെ മുമ്പിൽ കീഴടങ്ങി. ഹരിയാനയിലെ നൂഹ് എന്ന ജില്ലയിൽ ഏകപക്ഷീയമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടെ ഒരു MP എന്ന നിലയിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ബുൾഡോസറുകൾ ഇരച്ചുകേറിയ വഴിയിടങ്ങളിൽ തകർത്തെറിയപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങൾ, മനുഷ്യരുടെ സ്വപ്നങ്ങൾ, തകർന്നിടിഞ്ഞ കൂനകൾ കണ്ടു. അവിടെ പൊട്ടിക്കരയുന്ന മനുഷ്യരെ കണ്ടു. ആ യാത്രക്കിടയിൽ ഈ മസ്ജിദിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർത്തുപോകുകയാണ്, ആള് നിറഞ്ഞു നിൽക്കുന്ന ഈ മസ്ജിദുകളുടെ നടുവിൽ, ഈ മസ്ജിദിന്റെ നടുവിൽ ആഘോഷനിർഭരമായി ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് ഞാൻ ഉൾപ്പെടുന്ന MP-മാരുടെ സംഘം, എന്റെ പാർട്ടിയുടെ പ്രതിനിധി സംഘം, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നീലോൽപൽ ബസുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയൊരു പള്ളിയുണ്ടായിരുന്നു. വിജനമായൊരു പള്ളി, പോലീസ് കാവൽ നിൽക്കുന്നൊരു പള്ളി, അകത്തേക്ക് പ്രവേശനം MP-മാർക്ക് പോലും നിഷേധിക്കപ്പെട്ടൊരു പള്ളി. ആ പള്ളിക്കകത്താണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന കവി കൂടിയായ ഇമാമിനെ വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞത്. ഹരിയാനയിലെ നൂഹിൽ ഏകപക്ഷീയമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഇനി വർഗീയ കലാപങ്ങൾ ഉണ്ടാകരുതേ എന്ന അവസാനവും കവിത എഴുതിയൊരു മനുഷ്യൻ, ഒരു ഇമാം, സ്വതന്ത്ര ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടു. അനാഥമായൊരു പള്ളി, പലായനം ചെയ്യപ്പെട്ട വീടുകൾ, മനുഷ്യ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിഴൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടതങ്ങനെ, എന്തുകൊണ്ട് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ, നിർഭയത്വത്തിന്റെ സ്വച്ഛവായു ആസ്വദിക്കാൻ കഴിയുന്നു? ഈ താരതമ്യം എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ബെന്യാമിന്റെ ആടുജീവിതത്തിൽ നോവലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 വരികളുണ്ട്. അതിങ്ങനെയാണ്: നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കെട്ടുകഥയായി തോന്നി അല്ലേ? നമ്മൾ പത്രത്തിൽ വായിക്കുന്ന പല വാർത്തകൾ, TV-യിൽ കാണുന്ന ചില വാർത്തകൾ, ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ, കേരളത്തിലിരുന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യന് വിദൂരതയിൽ നടന്നോ എന്ന് ശങ്ക തോന്നുന്ന വാർത്തകൾ, അനുഭവങ്ങൾ മാത്രമാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ അതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം, ഏത് വാക്കിൽ ആരംഭിക്കണം, വലിയ ഡിബേറ്റ് നടന്നിട്ടുണ്ട്. ദൈവനാമത്തിൽ ആരംഭിക്കണം, ഏതു ദൈവത്തിന്റെ നാമത്തിൽ ആരംഭിക്കണം എന്നെല്ലാം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പരിണിതപ്രജ്ഞനായ ദേശസ്നേഹികളെല്ലാവരും ചേർന്നെത്തിയ ഏകകണ്ഠമായ തീരുമാനം വി ദ പീപ്പിൾ എന്ന് പറഞ്ഞാരംഭിക്കാനാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങൾ. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമോ? ചർച്ച നടന്നതായി കാണാം പാർലമെന്ററി ഡിബേറ്റിലൂടെ സഞ്ചരിച്ചാൽ. അവസാനം എന്തെത്തി തീരുമാനം? ഇല്ല, ഇന്ത്യയെ ഒരു സെക്കുലർ റിപ്പബ്ലിക്കായി നമുക്ക് വരച്ചിടണം. എന്തുകൊണ്ട് സെക്കുലർ റിപ്പബ്ലിക്കായി? ഇവിടെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ഭരിച്ച മനുഷ്യർ. എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെടുത്ത ഏറ്റവും വലിയ ആയുധം? നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 2.0-യിൽ നിൽക്കുകയാണ്, 3.0-യിൽ നിൽക്കുകയാണ്. എന്താ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടം കടന്നാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വന്നത്. എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. വ്യവസായിക വിപ്ലവം കഴിഞ്ഞ് എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. കുറിച്യർ പൊരുതിയത് അവരുടെ കയ്യിൽ അമ്പും വില്ലും ഉപയോഗിച്ചാണ്. പുന്നപ്രയിലും വയലാറിലും ഉണ്ടായിരുന്നത് വാരിക്കുണ്ടായിരുന്നു. ചമണ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിലിരുന്ന ആയുധം എന്തായിരുന്നു? വലിയ ആയുധമായിരുന്നു. പക്ഷെ ഞാൻ പറയും, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാൻ കൗതുകം തോന്നുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം, വിഷം പുരട്ടിയ ആയുധം, അപകടകരമായ ആയുധം, ഇത്രയും കാലവും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ തുടരാൻ കഴിഞ്ഞ ആയുധം, അത് ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അത് പരാമർശിച്ചു കടന്നുപോയി. ഭിന്നിപ്പിച്ചു ഭരിക്കലായിരുന്നു, നമ്മുടെ ഏകത്വത്തിന് ഇല്ലാതാക്കലായിരുന്നു. അതിനെതിരായ പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം. അവിടെയാണ് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചു നിന്നത്. കൊലക്കേറിന്റെ മുമ്പിൽ പോലും ഞാനും എന്റെ സഹോദരനും ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചു കഴുമരത്തിൽ തലനിട്ടിത്തരാം എന്ന് ബ്രിട്ടീഷുകാരനോട് പറയാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം അത് കാണാൻ കഴിയും. ഞാൻ ചരിത്രഘട്ടങ്ങൾ ഓരോന്നായി പറയുന്നില്ല. ജാലിയൻ വാലാബാഗിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുവാൻ വേണ്ടി അതിന് കാരണക്കാരനായ ജനറൽ ഡയറിനെ തേടി ലണ്ടനിലേക്ക് പോയൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, പേര് സർദാർ ഉദ്ധം. സർദാർ ഉദ്ധം അവസാനം ലണ്ടൻ നഗരത്തിൽ വെച്ച് ജനറൽ ഡയറിനെ കൊന്നു, പിടിയിലായി. വിചാരണ നടന്നു. വിചാരണയ്ക്കൊടുവിൽ പറയുന്നുണ്ട് സർദാർ ഉദ്ധം, എന്റെ പേരു നിങ്ങൾ മാറ്റി എഴുതണം, എന്നെ നിങ്ങൾ തൂക്കിലേറ്റു, എന്നെ നിങ്ങൾ വെടിവെച്ചു കൊന്നു കളയൂ.
ഞങ്ങൾ വെടിവെച്ചു എന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ എന്റെ പേര് നിങ്ങൾ രേഖകളിൽ മാറ്റി എഴുതൂ. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാക്കി മാറ്റണം. ജാലിയൻ വാലാബാഗിൽ ഈ ഡയർ ചിതറിത്തെറിപ്പിച്ച മനുഷ്യരിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്, ഭാരതത്തിന് വേണ്ടിയാണ്, ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥർക്കും വേണ്ടിയാണ് ഞാൻ ഡയറിന് നേർക്ക് നിറയൊഴിച്ചത്. ഇപ്പോഴിതാ നിങ്ങളുടെ ഈ വിചാരണ കോടതിയിൽ നിൽക്കുന്നത് നാളെ തൂക്കുമരത്തിലേക്കോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പിസ്റ്റളിൽ നിന്ന് പൊട്ടിച്ചു തരുന്ന ഒരു വെടിയുണ്ടയിലോ അവസാനിക്കാൻ പോകുന്നത്. പറയൂ, എന്റെ പേര് മാറ്റി എഴുതൂ, ചരിത്രത്തിൽ മാറ്റി എഴുതി റാം മുഹമ്മദ് സിംഗ് ആസാദ്. ഞാൻ പറഞ്ഞതാണ്, ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ സമരമായിരുന്നു. എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ നാവിൽ നിന്ന് ഈശ്വര അല്ലാ തേരെ നാം എന്ന് വന്നത്? 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഗാന്ധിയുടെ അരികിൽ ആരൊക്കെയുണ്ടായിരുന്നു? വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു, സർവ്വമത പ്രാർത്ഥനാ യോഗത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് സർവ്വമത പ്രാർത്ഥന ഗാന്ധി ആയുധമായി എടുത്തത്? കാരണം ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ സമരമായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയുണ്ടായി എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ചയായതുകൊണ്ടാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിവിടെ പരാമർശിച്ചു, അത് വളരെ പ്രസക്തമാണ്. പൂർണ്ണമായി ഞാൻ അദ്ദേഹത്തോടൊപ്പം യോജിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇന്ത്യയുടെ സെക്കുലർ ഭരണഘടനയെ നിലനിർത്താൻ, ഭയരഹിതമായി ജീവിക്കാൻ ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ പോരാട്ടത്തിന്റെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യമാണ് ഇന്ത്യയുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്ന് വിനയപൂർവ്വം ഉൾപ്പെടുത്തി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ നല്ല നിമിഷത്തിൽ എനിക്ക് കൂടി വരാൻ അവസരം തന്നതിന് മസ്ജിദ് കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.